പത്തനംതിട്ട കലഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് ചെയ്യുന്നത്. പ്രവീൺ ഇടിച്ച് തെറിപ്പിക്കുകയാണ് മറ്റൊരു കാറിനെ എന്ന് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പരിക്ക് എങ്ങനെയുണ്ട്? ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണോ നിഗമനം? വിനീത, പുനലൂർ-മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമാണ് ഈ അപകടം നടന്നത്. നമുക്ക് ആ CCTV ദൃശ്യത്തിൽ നിന്നും മനസ്സിലാകും. അമിത വേഗതയിലെത്തിയ കാർ റോഡിന്റെ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് നിയന്ത്രണം തെറ്റി പോവുകയാണ്. ഈ സമയം എതിർവശത്ത് നിന്ന് മറ്റൊരു കാർ വരുന്നുണ്ടായിരുന്നു. എതിർവശത്ത് നിന്നും വന്ന കാർ ഡ്രൈവർ ഈ കാർ നിയന്ത്രണം തെറ്റി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇടതുവശത്തേക്ക് വെട്ടിച്ചു മാറ്റിയെങ്കിലും അമിത വേഗതയിലെത്തിയ കാർ അതിന്റെ മുൻവശത്ത് ഇടിക്കുകയായിരുന്നു. 2 കാറുകളും നേർക്കുനേറുള്ള ഇടിയായിരുന്നു. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം, അമിത വേഗതയിലെത്തിയ കാർ റോഡിന്റെ വലതുവശത്തേക്ക് നിയന്ത്രണം തെറ്റി പോകുമ്പോൾ ഒരു കാൽനട യാത്രികൻ അതുവഴി പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ബൈക്കും ഒരു കാറും അതേസമയം തന്നെ എതിർവശത്ത് നിന്നും വരുന്നുണ്ട്. അവർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 3 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു. 3 പേരെയും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീത, ശരി. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.